അടുത്തൊരു വാർത്തയിലേക്ക് പോയാൽ വിദേശ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ കൂട്ടാളികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലെ മുൻ CFO സുജിത് VS ഇന്നലെ പിടിയിലായിരുന്നു. രേഖകളിൽ കൃത്രിമത്വം കാണിച്ചാണ് 3.5 കോടി രൂപ പ്രതികൾ തട്ടിയെടുത്തത്. സ്ഥാപനത്തിന്റെ മറവിൽ പ്രതികൾ നിയമവിരുദ്ധ മനുഷ്യക്കടത്ത് നടത്തിയതായും സംശയമുണ്ട്. സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉള്ളത്. സഹിനെ, ഈ നിരവധി കുറ്റകൃത്യങ്ങൾ സംശയിക്കുന്ന ഒരു സംഭവമാണ് ഇത്. നിലവിലെ ഈ സംഭവത്തിലെ പോലീസ് അന്വേഷണം ഏതുവരെ എത്തി? എന്തൊക്കെയാണ് കണ്ടെത്തൽ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയൊരു തട്ടിപ്പ് മാത്രമല്ല, ഇതിനകത്ത് മറ്റു ചില ഇടപെടലുകൾ കൂടി, മനുഷ്യക്കടത്തടക്കമുള്ള കാര്യങ്ങളും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെയാണ് ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ മുൻ CFO ആയിട്ടുള്ള സുജിത് VS പിടിയിലാകുന്നത്. ഇയാളുടെ കൂട്ടാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇയാളെ അവിടെ ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് എത്തുന്നത്, ഓഫീസ് ബോയ് ആയിട്ട് എത്തിയ ഒരാളാണ്. പിന്നീട് ഇയാളെ അവിടുത്തെ ഉടമ ചേർന്നുകൊണ്ട് ഇയാളെ CFO വരെയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ഇയാൾ അവിടെ വലിയൊരു തട്ടിപ്പിനാണ് കളമൊരുക്കിയത്. 3.5 കോടി രൂപയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും ഇയാൾ തട്ടിയെടുത്തത്. ഉടമ പലപ്പോഴും ഇവിടെ ഉണ്ടാകാറില്ലായിരുന്നു, വിദേശത്തായിരുന്നു ഉടമയുണ്ടായിരുന്നത്. അപ്പോഴെല്ലാം സ്ഥാപനം നഷ്ടത്തിലാണെന്ന് പറഞ്ഞ ഉടമയെ ഇയാൾ കബളിപ്പിക്കുകയായിരുന്നു. 3.5 കോടി രൂപ ഉടമയിൽ നിന്നും ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട്, ഈ സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട്. ഒടുവിൽ ഈ സ്ഥാപനം നശിക്കുന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് ഉടമ ഇതിൽ പരിശോധനകൾ ആരംഭിച്ചത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് താൻ വലിയ ചതിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഇതിൽ പോലീസിൽ പരാതി നൽകുന്നതും പോലീസ് അന്വേഷണം നടത്തുന്നതും. ഒടുവിൽ പോലീസ് അന്വേഷണത്തിൽ 3.5 കോടി രൂപയോളം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ പണത്തിൽ പകുതിയും ഇയാളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഇട്ട് നൽകിയിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടുകളിലേക്കൊക്കെയാണ് ഇട്ട് നൽകിയിരിക്കുന്നത്. അവരും ഈ തട്ടിപ്പിൽ പങ്കാളികളായിരുന്നു. ചില ആളുകളൊക്കെ ഇതിൽ പങ്കാളികളായിരുന്നു എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ബിജോ ജോസ് ഈ തട്ടിപ്പിന് കൂട്ടുന്നതായി പോലീസിന് മനസ്സിലാവുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 13 പ്രതികളാണ് നിലവിൽ ഈ കേസിലുള്ളത്. ആ പ്രതികളിൽ തന്നെ ചില ആളുകളെ കണ്ടെത്താനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.